എല്ലാവർക്കും പഠിപ്പുര ട്യൂഷൻ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ് 9ാം ക്ലാസ്സിലെ സമവാക്യ ജോഡികൾ ഓർ പെയർ ഓഫ് ഇക്വേഷൻസ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഒരു ചെപ്പിൽ കറുപ്പും വെളുപ്പുമായി 100 മുത്തുകളുണ്ട്. വെളുപ്പിനേക്കാൾ 10 കൂടുതലാണ് കറുപ്പ്. കറുപ്പ് എത്ര, വെളുപ്പ് എത്ര? ഈ ക്വസ്റ്റ്യനിൽ ആകെ മുത്തുകളുടെ എണ്ണം തന്നിട്ടുണ്ട് 100 ആണ്. ഈ 100 മുത്തുകളിൽ നിന്ന് കറുപ്പ് എത്രയുണ്ടെന്നാണ്, അതുപോലെ തന്നെ വെളുപ്പ് എത്രയുണ്ടെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഒരു കണ്ടീഷൻ കൂടി ഈ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. എന്താ? വെളുപ്പിനേക്കാൾ 10 കൂടുതലാണ് കറുപ്പ്. അപ്പൊ നമുക്കിനെ തിരിച്ചു പറയാം. കറുപ്പിനേക്കാൾ 10 കുറവാണ് വെളുപ്പ്. ഈ കണക്ക് നമുക്ക് ബീജഗണിത രൂപം വെച്ച് ചെയ്യാം. ആദ്യം കറുപ്പ് മുത്തുകളുടെ എണ്ണം നമുക്ക് എന്തായി എടുക്കാം? സമം x ആയി എടുക്കാം. ഇനിയോ വെളുപ്പ് മുത്തുകളുടെ എണ്ണം സമം എന്താ കണ്ടീഷൻ? കറുപ്പിനേക്കാളും 10 കുറവാണ് വെളുപ്പ്. അപ്പൊ കറുപ്പ് എന്ന് പറഞ്ഞാൽ x അല്ലേ? അപ്പൊ എന്ത് ചെയ്യാം? x മൈനസ് 10 അല്ലെങ്കിൽ x മൈനസ് 10. ഇനി നമുക്ക് ക്വസ്റ്റ്യനിൽ ഓൾറെഡി തന്നിട്ടുണ്ട് ആകെ മുത്തുകളുടെ എണ്ണം എത്രയാ? 100. ആകെ മുത്തുകളുടെ എണ്ണം സമം 100 അല്ലെങ്കിൽ 100. ഇനി ഈ 100 എങ്ങനെയാണ് കിട്ടുന്നത്? ഈ കറുപ്പും ഈ വെളുപ്പും മുത്തുകൾ ചേർന്നിട്ടാണ് 100 കിട്ടല്. അപ്പൊ എങ്ങനെയാ? ഈ എക്സും എക്സ് മൈനസ് 10ഉം കൂട്ടിയിട്ടാണ് ഈ 100 കിട്ടല്. അതിനെങ്ങനെ എഴുതേണ്ടത്? എക്സ് പ്ലസ് എക്സ് മൈനസ് 10 ഈസ് ഈക്വൽ ടു 100. മനസ്സിലായില്ലേ? ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇവിടെ ഒരു എക്സ് ഉണ്ട്, ഇവിടെ ഒരു എക്സ് ഉണ്ട്. എക്സും എക്സും കൂട്ടിയാൽ എത്രയാണ്? 2x. ബാക്കി എന്താ ഇവിടെ ഉള്ളത്? മൈനസ് 10 ഈസ് ഈക്വൽ ടു 100. ഇവിടെ നോക്ക്, ഇതിന്റെ ഒപ്പം എക്സ് ഉണ്ട്, ഇവിടെ എക്സ് ഇല്ല. അപ്പൊ എക്സ് ഇല്ലാത്ത ടേമിൽ എന്ത് ചെയ്യാം? ഓപ്പോസിറ്റ് സൈഡ് കൊണ്ടുപോവാം. അപ്പൊ 2x ഈക്വൽ ടു ഇവിടെ 10ന് സൈൻ മൈനസ് ആണ്. അപ്പൊ ഒരു മൈനസ് ചിഹ്നം സമത്തിനപ്പുറം പോകുമ്പോൾ എന്താവും? പ്ലസ് ആയി മാറും. അപ്പൊ 100 പ്ലസ് 10. ഇനി 2x ഈക്വൽ ടു 100 പ്ലസ് 10 എന്ന് പറഞ്ഞാൽ 110. 2x ഈക്വൽ ടു 110. ഇനി 2x എന്ന് പറഞ്ഞാൽ 2x സമം 2 ഗുണിക്കണം x എന്നാണ്. അപ്പോൾ ഈ 2 സമത്തിനപ്പുറം പോകുമ്പോൾ എന്ത് ചെയ്യും? ഹരിക്കണം എന്നായി മാറും. അപ്പൊ x ഈക്വൽ ടു 110/2. ഇല്ലെങ്കിൽ എങ്ങനെ പറയാം? 2x ഈക്വൽ ടു 110 ആണെങ്കിൽ ഒരു x എന്ന് പറയുന്നത് 110ന്റെ പകുതി. എത്ര കിട്ടും? 55. അപ്പോ കറുപ്പ് മുത്ത് കിട്ടി നമുക്ക് എത്രയാ? കറുപ്പ് മുത്ത് x സമം 55 എന്ന് കിട്ടി. ഇനി അപ്പൊ വെളുപ്പ് മുത്തുകളുടെ എണ്ണം കണ്ടുപിടിച്ചൂടെ? എങ്ങനെ കണ്ടുപിടിക്കാം? നമുക്കറിയാം x മൈനസ് 10 എന്നാണ്. അപ്പൊ x എത്രയാ കിട്ടിയത്? 55. 55 minus 10 is equal to 45. ഒന്നുകൂടി വിശദീകരിച്ചു തരാം. നോക്കിയേ, കറുപ്പ് മുത്തുകളുടെ എണ്ണം നമ്മൾ x ആയിട്ട് എടുത്തു. വെളുത്ത മുത്തുകളുടെ എണ്ണം എത്ര എടുത്തു? x മൈനസ് 10. x മൈനസ് 10 എങ്ങനെയാ കിട്ടുന്നത്? ക്വസ്റ്റ്യനിലെ കണ്ടീഷൻ തന്നിട്ടുണ്ട്. എന്താണ്? വെളുപ്പിനേക്കാൾ 10 കൂടുതലാണ് കറുപ്പ്. എന്ന് നമുക്ക് തിരിച്ചു പറയാം. കറുപ്പിനേക്കാൾ 10 കുറവാണ് വെളുപ്പ്. 10 കുറവ് എന്നല്ലേ പറഞ്ഞേ? അപ്പൊ x ആണ് കറുപ്പ്. അപ്പൊ x-നേക്കാളും 10 കുറവ് എന്ന് പറയുമ്പോൾ x മൈനസ് 10 ആയിട്ട് എടുത്തു. ഇനി ആകെ മുത്തുകളുടെ എണ്ണം ഓൾറെഡി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 100. ഈ എക്സും എക്സ് മൈനസ് 10ഉം ചേർന്നതാണ് 100 ആയി കിട്ടല്. കാരണം കറുപ്പും വെളുപ്പും മുത്തുകളുടെ എണ്ണം. ഇനി നോക്കിയേ, ഈ എക്സും കൂട്ടിയിട്ട് 2x കിട്ടി. ബാക്കിയുള്ളത് മൈനസ് 10 ആണ്, ഈക്വൽ ടു 100. ഈ 2x x ഇല്ലാത്ത പോർഷൻ എന്ത് ചെയ്യുക? ഓപ്പോസിറ്റ് സൈഡ് കൊണ്ടുപോവുക. അപ്പൊ 2x ഈക്വൽ ടു 100 പ്ലസ് 10 ഈസ് ഈക്വൽ ടു 110. നോക്കിയേ, 2x ആണ് 110. അപ്പൊ x സമം 110ന്റെ പകുതി ഈസ് ഈക്വൽ ടു 55.
ഇനിയോ നമുക്കറിയാം കറുപ്പ് മുത്ത് കിട്ടി എത്രയാ x സമം 55 ആണ്. അപ്പൊ വെളുത്ത മുത്തുകളുടെ എണ്ണം എന്ന് പറയുന്നത് x മൈനസ് 10 ഈസ് ഈക്വൽ ടു x എന്ന് പറഞ്ഞാൽ 55 മൈനസ് 10 ഈസ് ഈക്വൽ ടു 45. മനസ്സിലായില്ലേ? ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഒരു മേശയ്ക്കും കസേരയ്ക്കും കൂടി 11,000 രൂപയാണ് വില. ഒരു മേശയ്ക്കും 4 കസേരയ്ക്കും കൂടി 14,000 രൂപയും. ഓരോന്നിന്റെയും വില എത്രയാണ്? ഇവിടെ നോക്കിയേ, എന്താ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്? ഒരു മേശയ്ക്കും കസേരയ്ക്കും കൂടി 11,000. ഓരോന്നും ഒരു മേശ തീർന്നിട്ട് അതോടൊപ്പം ഒരു കസേരയും കൂട്ടിയാൽ എത്ര കിട്ടണം? 11,000 രൂപ. അതുപോലെ തന്നെ ഒരു മേശയും 4 കസേരയും ചേർന്ന് എത്രയാണ്? 14,000 രൂപ. എന്താ കണ്ടുപിടിക്കേണ്ടത്? ഓരോന്നിന്റെയും വിലയാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? ഒരു കസേരയ്ക്ക് എത്രയാണ്, അതുപോലെ തന്നെ ഒരു മേശയ്ക്ക് എത്രയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ നമുക്ക് എന്തെടുക്കാം? മേശയുടെ വില x ആയിട്ട് എടുക്കും. കസേരയുടെ വിലയോ? കസേരയുടെ വില നമുക്ക് എന്തായിട്ട് എടുക്കാം? y ആയിട്ട് എടുക്കാം. ഇനി എന്ത് ചെയ്യണം? കണ്ടീഷൻ നോക്കാം. ഒരു മേശയും ഒരു കസേരയും കൂട്ടി എത്ര കിട്ടണം? 11,000 രൂപ. മേശ എന്ന് പറഞ്ഞത് x ആണ്, പ്ലസ് കസേര എന്ന് പറഞ്ഞത് y ആണ്. സമം കിട്ടണം 11,000 രൂപ. ഈസ് ഈക്വൽ ടു ഒന്നാമത്തെ ഇക്വേഷൻ. ഇനി രണ്ടാമത്തെ കണ്ടീഷൻ നോക്കിയേ. ഒരു മേശയ്ക്കും 4 കസേരയ്ക്കും കൂടി എത്ര കിട്ടണം? 14,000 രൂപ കിട്ടണം. മേശ എന്ന് പറഞ്ഞത് x ആണ്, കസേര എന്ന് പറഞ്ഞത് y ആണ്. അപ്പൊ 4 കസേരയാണ്. അപ്പൊ 4y സമം 14,000. ഇക്വേഷൻ 2 ആയിട്ട് എടുത്തു. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇതിൽ ഏതെങ്കിലും ഒരു വേരിയബിൾ 0 ആക്കിയാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? മറ്റേ വേരിയബിളിന്റെ വില കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇവിടെ നോക്കിയേ, x കുറച്ച് നമുക്ക് 0 ആക്കാം. പക്ഷെ y കുറച്ച് എന്ത് ചെയ്യാൻ പറ്റൂല? 0 ആവില്ല. 4y ഒരു y പോയ എന്ത് ചെയ്യും? 3y ആവും. അപ്പൊ x നമുക്ക് ഡയറക്റ്റ് എന്ത് ചെയ്യാൻ പറ്റും? 0 ആക്കാൻ പറ്റും. അപ്പൊ എന്ത് ചെയ്യണം? ഇക്വേഷൻ 2 നിന്ന് ഇക്വേഷൻ 1 കുറക്കുക. നോക്കിയേ, ഇക്വേഷൻ 2 എന്താ? x പ്ലസ് 4y സമം 14,000 മൈനസ് എത്രയാണ്? x പ്ലസ് y സമം 11,000 അല്ലേ? ഇനി എന്ത് ചെയ്യാം? കുറക്കുക. നോക്കിക്കോ, x മൈനസ് ചെയ്താൽ 0 പ്ലസ് 4y y മൈനസ് ചെയ്താൽ 3y ഈസ് ഈക്വൽ ടു 14,000 11,000 മൈനസ് ചെയ്താൽ എത്ര കിട്ടും? 3,000. സംശയമില്ലല്ലോ. ഇനി എന്ത് ചെയ്യണം നോക്കിയേ, ഇവിടെ 3y ഈക്വൽ ടു നമുക്ക് എത്ര കിട്ടി? 3,000 എന്ന് കിട്ടി ഇല്ലേ? ഇനിയോ y സമം, ഇവിടെ പൊതുവെ എങ്ങനെ പറയാം? 3y 3,000 ആണെങ്കിൽ y എത്രയായിരിക്കും? 1,000 ആയിരിക്കും. 3y ചേർന്നിട്ടാണ് 3,000 ആയത്. അപ്പൊ ഒരു y ആണെങ്കിൽ 1,000 ആയിരിക്കും. ഇനി ഇല്ലെങ്കിൽ എങ്ങനെ പറയാം? 3y എന്ന് അർത്ഥമാക്കുന്നത് 3 ഗുണിക്കണം y അല്ലെങ്കിൽ 3 into y. ഒരു സംഖ്യ ഗുണിക്കണം എന്നാണ് ഉണ്ടെങ്കിൽ ഒരു സൈഡ്, മറ്റേ സൈഡ് ഇപ്പം എന്തായി മാറും? ഹരിക്കണം എന്നായി മാറും. അപ്പൊ 3y ഈക്വൽ ടു 3,000 ആണെങ്കിൽ y ഈക്വൽ ടു ഈ 3 താഴോട്ട് വരും. അപ്പൊ 3,000 ഡിവൈഡ് ബൈ 3 ഈക്വൽ ടു 1,000. അപ്പൊ ഏതിന്റെ വിലയാണ് കിട്ടിയത്? കസേരയുടെ വിലയാണ് നമുക്കിവിടെ കിട്ടിയത് അല്ലേ? കസേരയുടെ വിലയാണ് നമുക്കിപ്പോ കിട്ടിയത്. കസേരയുടെ വില y സമം 1,000 എന്ന് കിട്ടി. ഇനി എന്താ കണ്ടുപിടിക്കേണ്ടത്? മേശയുടെ വിലയാണ് കണ്ടുപിടിക്കുന്നത്. മേശയുടെ വില എങ്ങനെ കണ്ടുപിടിക്കാം? ഇതിലത്തെ ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ നമുക്ക് ഈ y-യുടെ സ്ഥാനത്ത് നിന്ന് കൊടുത്താൽ മതി. 1,000 എന്ന് കൊടുത്താൽ മതി. ഇക്വേഷൻ 1 കൊടുക്കാം. ഇക്വേഷൻ 1 എടുത്താലോ? ഇക്വേഷൻ 1 കൊടുത്താൽ എന്ത് ചെയ്യും? നോക്കിയേ, ഇക്വേഷൻ 1 എന്താണ്? x പ്ലസ് y സമം എത്രയാ? 11,000 അല്ലേ? അപ്പോ y നമുക്കറിയാം എത്രയാണ്? 1000. അപ്പൊ x പ്ലസ് 1000 ഈക്വൽ ടു 11,000 അല്ലെങ്കിൽ 11,000. x ഈക്വൽ ടു, ഇവിടെ നോക്കിയേ, ഇവിടെ പ്ലസ് 1,000 ആണ്. അപ്പൊ സമത്തിനപ്പുറം എന്തായി മാറുന്നത്? മൈനസ് 1,000 ആയി മാറും. അപ്പൊ നോക്കിയേ, 11,000 മൈനസ് 1,000 എന്ത് കിട്ടും? 10,000 അല്ലേ? 11,000
1000 പോയാൽ എത്രയാ ബാക്കി? 10000. അപ്പൊ x സമം 10000 എന്ന് കിട്ടി. എന്താ x എന്ന് പറഞ്ഞാല്? മേശയുടെ വില അല്ലേ? വില x ഈക്വൽ ടു 10000 അല്ലേ? നോക്കിയേ, ഒരു മേശയ്ക്കും ഒരു കസാരയ്ക്കും കൂടി എത്രയാണ്? 11000 രൂപയാണ് അല്ലേ? ഇവിടെ നോക്കിയേ, കസാരയുടെ വില നമുക്ക് 1000 കിട്ടി, മേശയുടെ വില 10000 കിട്ടി. അപ്പൊ ഇത് ഓരോന്നും ചേർന്നാൽ എത്ര? 10000 കൂട്ടണം 1000 സമം എത്ര കിട്ടി? 11000 രൂപ കിട്ടിയില്ലേ? അതുപോലെ തന്നെ അടുത്തത് നോക്കിയേ, ഒരു മേശയ്ക്കും 4 കസാരയ്ക്കും കൂടി എത്രയാണ് കിട്ടേണ്ടത്? 14000 രൂപയാണ് കിട്ടുന്നത്. നമുക്കറിയാം ഒരു മേശക്ക് എത്രയാണ് നമുക്ക് വില കിട്ടിയത്? 10000 രൂപയാണ്. 10000 4 കസാര. 4 കസാര പറയുമ്പോൾ 4 ഗുണിക്കണം 1000, 4000 ആയില്ലേ? 10000 4000 ചേർന്നാൽ എത്രയാണ്? 14000 രൂപയാണ്. മനസ്സിലായോ? ഒന്നും കൂടി പറയാം. ഇവിടെ നോക്ക്, മേശയുടെ വില x ആയിട്ട് എടുക്കുക, കസാരയുടെ വില y ആയിട്ട് എടുക്കുക. എന്നിട്ടോ കണ്ടീഷൻ വെച്ച് നമുക്ക് ചെയ്യാം. അതെന്താ വേണം? ഒരു മേശയ്ക്കും ഒരു കസാരയ്ക്കും കൂടിയിട്ട് എത്രയാണ്? 11000 രൂപയാണ്. അതപ്പോൾ എങ്ങനെ എടുത്തു? x ഒന്നായതുകൊണ്ട് ഒരു x പ്ലസ് y ഈസ് ഈക്വൽ ടു 11000 എടുത്തു. അതുപോലെ തന്നെ അടുത്തെന്താ? ഒരു മേശയ്ക്കും 4 കസാര അല്ലേ? അപ്പൊ മേശ എന്ന് പറയുന്നത് എത്രയാണ്? x അല്ലേ? അപ്പൊ x പ്ലസ് കസാര എന്ന് പറഞ്ഞത് y. എത്ര കസാര ഉണ്ട്? 4 കസാര ഉണ്ട്. അതുകൊണ്ട് x പ്ലസ് 4y ഈക്വൽ ടു എത്ര കിട്ടണം? 14000 രൂപയാണ് അല്ലേ? ഇനി എന്ത് ചെയ്യണം? നമുക്ക് ഇതിൽ ഏതെങ്കിലും ഒരു വേരിയബിൾ എന്ത് ചെയ്യണം? 0 ആക്കണം. അപ്പൊ ഇവിടെ ഡയറക്റ്റ് നമുക്ക് 0 ആക്കാം. ഏത്? x എന്ന് x കുറച്ച് 0 ആയി പോകും. അപ്പൊ അതിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? y കണ്ടുപിടിക്കാം അല്ലേ? അപ്പം എന്ത് ചെയ്യണം? ഇക്വേഷൻ 2 ന്ന് ഇക്വേഷൻ 1 കുറക്കുക. കാരണം ഇതല്ലേ വലിയ സംഖ്യ ഉള്ളത്, വലിയ സംഖ്യന്ന് ചെറിയ സംഖ്യ കുറക്കുക. അപ്പൊ ഇക്വേഷൻ 2 മൈനസ് ഇക്വേഷൻ 1. നോക്കിയേ, ഇക്വേഷൻ 2 എന്ന് പറഞ്ഞാൽ എന്താ? x പ്ലസ് 4y ഈക്വൽ ടു 14000 മൈനസ് x പ്ലസ് y ഈക്വൽ ടു 11000. x എന്ന് x കുറച്ചു 0, അത് ക്യാൻസൽ ആയി പോയി. ബാക്കി എന്തേ ഉള്ളൂ? 4y മൈനസ് y ഈസ് ഈക്വൽ ടു 3y. ഇനിയോ 14000 മൈനസ് 11000 ഈക്വൽ ടു 3000. കിട്ടിയില്ലേ? 3y എന്ന് പറഞ്ഞാൽ 3000 ആണെങ്കിൽ y എത്രയായിരിക്കും? 3000 ഡിവൈഡ് ബൈ 3 ഈസ് ഈക്വൽ ടു 1000. y ഈക്വൽ ടു 1000 കിട്ടി. എന്താ y എന്ന് പറഞ്ഞാൽ? കസാര അല്ലേ? കസാരയുടെ വിലയാണ് y. അപ്പൊ y ഈക്വൽ ടു 1000 എന്ന് കിട്ടി. ഇനി നോക്കിയേ, ഇനി ഒരു ഇക്വേഷൻ 1 കൊടുക്കും. നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? മേശയുടെ വിലയും കൂടെ കണ്ടുപിടിക്കണം. അപ്പൊ ഇക്വേഷൻ 1 കൊടുത്തു. ഏതാ? x പ്ലസ് y ഈക്വൽ ടു 11000 ആണ് ഇക്വേഷൻ 1. അതിൽ y യുടെ സ്ഥാനത്ത് നമ്മൾ എന്ത് കൊടുത്തു? ഈ കിട്ടിയ 1000 കൊടുത്തു. മനസ്സിലായില്ലേ? ഇപ്പൊ x പ്ലസ് 1000 ഈക്വൽ ടു 11000, x ഈക്വൽ ടു 11000 മൈനസ് 1000. മനസ്സിലായില്ലേ? ഇതെങ്ങനെ ഈ മൈനസ് വന്നതെന്ന് അറിയില്ലേ? ഇവിടെ സമത്തിന് ഇപ്രായം കൊണ്ട് പ്ലസ് ആണ്, അത് സമത്തിന് അപ്പുറം എന്തായി മാറും? ഈ ചിഹ്നം മാറും, അത് മൈനസ് ആയി മാറും. മനസ്സിലായോ? അപ്പൊ 11000 1000 കുറച്ച് എത്രയാണ്? 10000. അപ്പൊ x ഈക്വൽ ടു 10000. മേശയുടെ വില എത്ര കിട്ടി? 10000. അപ്പൊ മേശയുടെ വില 10000ഉം കസേരയുടെ വില 1000ഉം. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. രണ്ട് സംഖ്യകളിൽ വലുത് ചെറുതിന്റെ 5 മടങ്ങ്. വലുതിൽ നിന്ന് ചെറുത് കുറച്ചാൽ 32 സംഖ്യ ഏതാണ്? ക്വസ്റ്റ്യൻ ഒന്നും കൂടി പറയാം. രണ്ട് സംഖ്യകളിൽ വലുത് എന്ന് പറയുന്നത് ചെറുതിന്റെ 5 മടങ്ങ്. വലുതിൽ നിന്ന് ചെറുത് കുറച്ചാൽ 32 സംഖ്യ ഏതാണ്? മനസ്സിലായില്ലേ? സംഖ്യ ഏതാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, കണ്ടീഷൻ. അപ്പൊ ഒരു വലിയ സംഖ്യയും ഒരു ചെറിയ സംഖ്യയുണ്ട്. അപ്പൊ എന്താ? ചെറിയ സംഖ്യ നമുക്ക് എന്തായിട്ട് എടുക്കാം? x ആയിട്ട് എടുക്കാം അല്ലേ? ചെറിയ സംഖ്യ x ആയിട്ട് എടുക്കാം. വലിയ സംഖ്യ എന്താ പറഞ്ഞിട്ടുള്ളത്? വലിയ സംഖ്യ എന്ന് പറയുന്നത് ചെറുതിന്റെ 5 മടങ്ങ്. 5 മടങ്ങ് പറഞ്ഞാൽ എന്താ അർത്ഥം? 5 ഗുണിക്കണം ഏതാണോ സംഖ്യ അത്. അപ്പോ വലിയ സംഖ്യ നമ്മൾ എങ്ങനെ എടുക്കുക? വലിയ സംഖ്യ സമം 5x. എന്തുകൊണ്ടാ 5x എന്ന് എടുത്തത് മനസ്സിലായില്ലേ? ചെറുതിന്റെ 5 മടങ്ങ്. 5 മടങ്ങ് എന്ന് പറയുമ്പോൾ ചെറിയ സംഖ്യ എന്ന് പറഞ്ഞാൽ x ആണ്. ആ എക്സിന്റെ 5 മടങ്ങ്. അപ്പൊ 5 ഗുണിക്കണം x
സമം 5x. ഇനി നോക്കിയേ, അടുത്ത കണ്ടീഷൻ എന്താ? വലുതിൽ നിന്ന് ചെറുത് കുറച്ചാൽ എത്ര കിട്ടണം? 32. അപ്പൊ വലിയ സംഖ്യ ഏതാ? 5x. 5x ചെറിയ സംഖ്യ കുറച്ചാൽ എത്ര കിട്ടണം? 32. ഇനി നോക്കിയേ, 5x x പോയാൽ എത്രയാ? 4x. 4x ഈക്വൽ ടു 32. ഇത് 4x എന്ന് പറഞ്ഞാൽ 4 ഗുണിക്കണം x ആണ്. അപ്പൊ ഗുണിക്കണം x അങ്ങോട്ട് പോകുമ്പോൾ എന്ത് ചെയ്യും? ഈ 4 ഹരിക്കണം എന്നായി മാറും. അപ്പൊ x ഇവിടെ വെച്ചിട്ട് എന്ത് ചെയ്യുക? 32/4 അല്ലെങ്കിൽ 4 എത്ര കിട്ടും? 32നെ 4 കൊണ്ട് ഹരിച്ചാൽ 4ന്റെ ഗുണിതം നോക്കിയാൽ മതി. 4ന്റെ ഗുണിതത്തിൽ 32 ഉണ്ടോ എന്ന് നോക്കിയാൽ മതി. 4ന്റെ ഗുണിതത്തിൽ 32 വരുന്നില്ലേ? 8 ഗുണിക്കണം 4 32. അപ്പോൾ x എത്രയായിട്ട് കിട്ടും? x ഈക്വൽ ടു 8. ഇനിയോ x നമുക്ക് കിട്ടി അല്ലേ? 8 കിട്ടി. അപ്പൊ ചെറിയ സംഖ്യ എന്ന് പറയുന്നത് എത്രയാണ്? ചെറിയ സംഖ്യ എന്ന് പറയുന്നത് 8 ആണ്. ഇനി വലിയ സംഖ്യയോ? വലിയ സംഖ്യ എന്ന് പറയുന്നത് സമം 5x അല്ലേ? x നമുക്ക് കിട്ടി എത്രയാ? 8. അപ്പൊ ഇതെന്തെങ്ങനെ വരും? 5 ഗുണിക്കണം 8 സമം 40. മനസ്സിലായി? ഒന്നും കൂടെ പറയാം. നോക്കിയേ, രണ്ട് സംഖ്യകളിൽ വലുത് എന്ന് പറയുന്നത് ചെറുതിന്റെ 5 മടങ്ങാണ്. വലുതിൽ നിന്ന് ചെറുത് കുറച്ചാൽ എത്ര കിട്ടണം? 32. അപ്പൊ സംഖ്യ ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. നോക്കിയേ, ചെറിയ സംഖ്യ എന്ന് പറയുന്നത് x ആയി എടുത്തു. വലിയ സംഖ്യ എന്ന് പറയുന്നത് ചെറുതിന്റെ 5 മടങ്ങ്. അപ്പോ എക്സിന്റെ 5 മടങ്ങ് എന്ന് പറഞ്ഞാൽ 5x. ഇനി എന്ത് ചെയ്യാം? അടുത്ത കണ്ടീഷൻ എന്താ? വലുതിൽ നിന്ന് ചെറുത് കുറച്ചാൽ എത്ര കിട്ടണം? 32 കിട്ടണം. ഇവിടെ വലിയ സംഖ്യ 5x ആണ്. 5x ചെറിയ സംഖ്യ എന്ന് പറഞ്ഞാൽ x കുറച്ചാൽ എത്ര കിട്ടണം? 32. പിന്നെ 5x x കുറച്ചാൽ 4x ഈക്വൽ ടു 32. ഇനി നോക്കിയേ, ചെറിയ സംഖ്യ സമം x സമം നമുക്ക് എത്ര കിട്ടി? 32/4. 4 വരുന്ന എങ്ങനെയാണെന്ന് അറിയില്ലേ? ഇവിടെ ഗുണിക്കണം 4 സമത്തിനപ്പുറം പോകുമ്പോൾ എന്ത് ചെയ്യും? ഹരിക്കണം 4 ആയി മാറും. അപ്പൊ 32 4 കൊണ്ട് ഹരിച്ചാൽ എത്ര കിട്ടും? 8 കിട്ടും. ഇനി വലിയ സംഖ്യ നോക്ക്, 5x ആണ്. 8 ഇവിടെ x നമുക്ക് 8 കിട്ടിയില്ലേ? അപ്പൊ x-ന്റെ സ്ഥാനത്ത് 8 കൊടുക്കുക. അപ്പൊ 5 ഗുണിക്കണം 8 സമം 40. അപ്പൊ ചെറിയ സംഖ്യ എന്ന് പറയുന്നത് 8ഉം വലിയ സംഖ്യ എന്ന് പറയുന്നത് 40ഉം. നോക്കിയേ, കണ്ടീഷൻ വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കിയേ. വലുതിൽ നിന്ന് ചെറുത് കുറച്ചാൽ 32 അല്ലേ? 40 8 കുറച്ചാൽ എത്രയാണ്? 32. അപ്പൊ കണ്ടീഷൻ ശരിയാണ്. മനസ്സിലായില്ലേ? ഇത് പാർട്ട് 1 വീഡിയോ ആണ്. ഇതിന്റെ ബാക്കി ക്വസ്റ്റ്യൻസ് പാർട്ട് 2 വീഡിയോയിൽ ആഡ് ചെയ്യുന്നുണ്ട്. ഇന്ന് പഠിപ്പിച്ച കാര്യങ്ങളിൽ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ടോ കാര്യം എന്തുണ്ടെങ്കിലും ഞാൻ തീർത്ത് തരും. ഇനി ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. താങ്ക് യു.